ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. അപ്പോൾ ഇന്ന് ഉച്ചക്ക് തലശ്ശേരി ദം ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ചിക്കൻ ബിരിയാണി. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിരിക്കണ്. പിന്നെ അതിലേക്കൊരു 4 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇങ്ങനെ നമ്മൾ കുറച്ചധികം ഓയിലിൽ ഇതുപോലെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് ഇതുപോലെ കുറച്ച് പശു നെയ്യും കൂടി ചേർത്തെടുത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ആ ഒരു ഓയിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഉള്ളി അതിലിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ 2 വലിയ ഉള്ളിയാണ് കേട്ടോ അതുപോലെ സ്ലൈസ് ചെയ്തിട്ട് വറുത്തെടുക്കുന്നത്. ഇതിൽ പകുതി നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഉള്ളി ലൈറ്റ് ബ്രൗൺ കളറായപ്പോൾ അത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ഈ ഒരു ലൈറ്റ് കളറാകുമ്പോൾ തന്നെ നമ്മളത് എണ്ണയിൽ നിന്ന് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒരു കരിഞ്ഞു പോവും. ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കാഷ്യൂം പിന്നെ മുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തുക്കണേ. ഇനിയിപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഓയിൽ ഞാൻ വേറൊരു പോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തുക്കണേ. ഇപ്പോൾ അതിലേക്ക് ഞാൻ 5 വലിയ ഉള്ളിയാണ് കേട്ടോ സ്ലൈസ് ചെയ്തെടുത്തുക്കണത്. ഞാൻ 5 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 5 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഉപ്പും ചേർത്തിട്ട് ആ ഒരു വലിയ ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. വലിയുള്ളിയൊക്കെ നല്ലോണം വഴന്നിട്ട് സോഫ്റ്റായി വന്നിക്കണേ. ആ ഒരു ടൈമിൽ ഇവിടെ 20 പച്ചമുളക് പിന്നെ ഒരു ബൾബ് വെളുത്തുള്ളി 1 ഇഞ്ച് വലിപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടിയും ചേർത്ത് കൊടുത്തിക്കണേ. അത് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 3 ടീസ്പൂണ് ഗരം മസാല, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ അതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടി. ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ആ പൊടികളൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അത് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു ചിക്കനും മസാലയും ഒരു 5 മിനിറ്റ് നല്ലോണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇളക്കി കൊടുക്കേണ്ടത്. അത് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് ആ ഒരു ചിക്കൻ ഒരു വൈറ്റ് കളർ വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ 5 തക്കാളി തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുത്തിരിക്കണേ. ഇപ്പോൾ എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ മൂടി വെച്ചിട്ട് ആ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു ടൈമിൽ ഞാൻ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏലക്കായും അതുപോലെ കറാമ്പൂവും പട്ടിയും അതൊക്കെ ഒന്ന് എടുക്കുകയാണ്. ചിക്കൻ ഒരു പകുതി വേവായിക്കണേ. ആ ഒരു ടൈമിൽ നമ്മൾ ആ ഒരു വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയിലുള്ള പകുതി നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിക്കണേ. ആ ഒരു വീഡിയോ സ്കിപ്പായി പോയതാണ്. ആ ഒരു 2 ഉള്ളിയല്ലേ നമ്മൾ ഫ്രൈ ചെയ്തത്, അതിൽ പകുതി നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിക്കണേ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ സ്പൈസസും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ ഒരു 1/2 വലിയ ഉള്ളി നല്ലോണം സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ 1 ടീസ്പൂണ് നെയ്യ്,
ഇനിയിപ്പോൾ അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ഒരു അരിയും കൂടി ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. ഇവിടെ ഞാൻ ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ളൊരു അളവിലാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത്. അതൊക്കെ റെഡിയായി വരുന്ന ടൈമിൽ നമുക്ക് ബിരിയാണിക്ക് ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കാം. ആവശ്യത്തിന് തേങ്ങ എടുത്തുക്കണേ. പിന്നെ ഇതാ ഒരു 3 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ അത് അതിൽ പുളിക്ക് ആവശ്യത്തിന് സുറുക്കിയും കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ചമ്മന്തി ബിരിയാണിക്ക് അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ചമ്മന്തി തൈരും അച്ചാറും പപ്പടം അടിപൊളി കോമ്പിനേഷനാണ്. ഇതാ ചിക്കനൊക്കെ ഏകദേശം റെഡിയായി വന്നിക്കണേ. റൈസും ഇവിടെ വെന്ത് വന്നിക്കണം കേട്ടോ. നല്ല ഇങ്ങനെ നല്ല കുഴയാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ റൈസ് കിട്ടിയിരിക്കണേ. ഇനിയിപ്പോൾ ഇതാ ദമ്മിടുകയാണ്. ഇപ്പോൾ കുറച്ച് മുകളിൽ ചോറിട്ടെടുത്തതിന് ശേഷം അതിലേക്ക് ഇതാ ഒരു പിഞ്ച് ഗരം മസാല എല്ലാ ഭാഗത്തും ഒന്നും ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഒരു ഉള്ളിയും അതുപോലെ കാഷ്യും അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിരിക്കണേ. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഒരു ടീസ്പൂണ് നെയ്യ് ഒന്ന് എല്ലായിടത്തൊന്ന് ആക്കി കൊടുക്കാം. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഇതാ ഇത് റോസ് വാട്ടറിൽ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തതിന് ശേഷം അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് പാലിൽ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ റോസ് വാട്ടറിലാണ്. അത് നല്ലൊരു ഫ്ലേവറാണ് ബിരിയാണിക്ക്. അത് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതാ ദമ്മിടലൊക്കെ കഴിഞ്ഞിക്കണേ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ഒരു ഇരുമ്പിൻ്റെ ഒരു ചട്ടി നല്ലോണം ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകൾക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു ബിരിയാണീൻ്റെ പോട്ട് വെച്ചുകൊടുത്തത്. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് ആ ഒരു ചിക്കനൊക്കെ നല്ലോണം വെന്ത് നല്ല സെറ്റായിട്ട് വരും. ബിരിയാണിയൊക്കെ അവിടെ ദമ്മിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പും എല്ലാ ഭാഗങ്ങളും ഒന്ന് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഇനിയിപ്പോൾ ഇതാ ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ട് വന്നിക്കണ്. തലശ്ശേരി ദം ബിരിയാണിയാണ്. അതിലേക്ക് ഇതാ തൈര്, ചമ്മന്തി, പപ്പടം. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഫുഡ് കഴിക്കലും റെസ്റ്റ് എടുക്കലും ഒക്കെ കഴിഞ്ഞതാ വൈകുന്നേരമാണ്. ചായക്ക് വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചതായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ചായയൊക്കെ കുടിക്കട്ടെ.
ഇനിയിപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല. രാത്രിക്കുള്ള ഫുഡൊക്കെ റെഡിയാണ് കേട്ടോ. ബിരിയാണിയൊക്കെ ഉള്ള കാരണം രാത്രി അത് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു സ്മൈലി എങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.